ഇങ്ങനെ നോക്കുന്നേ? ഇനി എന്തോ ചെയ്യാൻ പോവാ? അമ്മൂമ്മേ, ഇനി ഒന്നും അമ്മൂമ്മയുടെ കയ്യിലല്ല, എല്ലാം അമ്മായിയുടെ കയ്യിലാ. അമ്മായിയേ, എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇതുവരെ നടക്കോ? ബെറ്റ് തോറ്റല്ലേ? ആ രണ്ടായിരം നേരെ നടക്കല്ലേ ചൂ. കേശു, ആദ്യം മുതലുള്ള അമ്മയുടെ ലുക്ക് ഷൂട്ട് ചെയ്യണം നീ. നിന്റെ പൊട്ട ഫോണിലൊന്നും വേണ്ട, എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്താൽ മതി. ശരി. പക്ഷെ ഞാൻ അതല്ല ആലോചിക്കണം. അമ്മയ്ക്ക് മൊത്തത്തിലൊരു റിച്ച് ലുക്കുണ്ട്, അത് നമുക്ക് മാറ്റണം. എങ്ങനെ മാറ്റണമെങ്കിൽ ലുക്കം കുറച്ചാ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? ആദ്യം പറഞ്ഞു നല്ല രൂപത്തിലാക്കാൻ പോവാന്ന്, ഇപ്പൊ പറയുന്നു ലുക്ക് കുറയ്ക്കണമെന്ന്. എന്തോന്നാ പിള്ളേരെ? അമ്മൂമ്മ, സംഭവം എന്താന്ന് വെച്ചാലേ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. ഈ റോഡിന്റെ സൈഡിൽ ആരും ഇല്ലാത്തവരൊക്കെ കിടക്കില്ലേ, ഈ അനാഥയായവര്, അവരെയൊക്കെ വിളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയും സുന്ദരനും ആക്കും. എന്നിട്ട് നമ്മൾ അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ഭയങ്കര റീച്ചാ. ഇതിപ്പോ അമ്മൂമ്മ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, അമ്മൂമ്മ 2 ദിവസം കൊണ്ട് ഫേമസ് ആവും. അയ്യോ, അത് വേണ്ട. പിന്നെ എനിക്ക് പടവലത്തോട്ട് എല്ലാം പറ്റത്തില്ല. എല്ലാരോടും എന്നെ നാണം കെടുത്തും. അത് തന്നെയല്ല, നിന്റെ അപ്പൂപ്പൻ അറിഞ്ഞാലേ എന്നെ തല്ലി കൊല്ലും. ഞാൻ പോവാ. എന്റെ അമ്മൂമ്മേ, അമ്മ പേടിക്കൊന്നും വേണ്ട. ഈ കാര്യത്തിന് അപ്പൂപ്പൻ അമ്മൂമ്മ ഡിവോഴ്സ് ഒന്നും ചെയ്യത്തില്ല. ഒന്ന് പോവച്ചേ, ഞാൻ പോവാ. അമ്മ അവിടെ ഒന്ന് ഇരിയമ്മ, എന്നിട്ട് ഞാൻ പറയണമെന്ന് കേള്. ആദ്യം അമ്മ മേക്ക് ഓവർ ചെയ്ത് വേറൊരാളാക്കി മാറ്റും. ആർക്കും മനസ്സിലാവൂല, അമ്മയ്ക്ക് പോലും മനസ്സിലാവൂല അമ്മ ആരെന്ന്. അമ്മൂമ്മ കണ്ണാടി നോക്കുമ്പോഴേ അമ്മ ആരാന്ന് തന്നെ അമ്മൂമ്മ എടുത്ത് പോയിക്കും. അതെങ്ങനെയാ അമ്മ? അത് സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം അമ്മയെ ഞാൻ വേറൊരമ്മയാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ അത് ആദ്യം ഷൂട്ട് ചെയ്യും. എന്നിട്ട് ആ വേറൊരമ്മയാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ അത് പിന്നെയും ഷൂട്ട് ചെയ്യും. മനസ്സിലായ? ഒന്ന് പറഞ്ഞോളൂ. പറഞ്ഞു കൊടുക്കാൻ എനിക്കെന്തെങ്കിലും മനസ്സിലാവണ്ടേ? നിനക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. അമ്മ ആദ്യം അമ്മയെ ഞാൻ മേക്ക് ഓവർ ചെയ്ത് വേറൊരാളാക്കും. എന്നിട്ട് ആ വേറൊരാളെ പിന്നെ വേറൊരാളാക്കും. എന്നാ അച്ഛന് പോലും, പടവലത്തെ അച്ഛന് പോലും മനസ്സിലാവൂല അമ്മ ആരെന്ന്. അയ്യോ, അത് വേണ്ട. അച്ഛന് മനസ്സിലാവാതിരുന്ന എങ്ങനെയാ? അമ്മ എന്നിട്ട് അമ്മയാക്കും. പിന്നെ മനസ്സിലായാ? നിനക്കെന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ലേ. ചാച്ചിക്കല്ലോ മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി, എന്നാലും മനസ്സിലായ പോലെ നിൽക്കാം. മോളെ ഗൗരി, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് പറഞ്ഞു നിർത്താ പോരായോ? എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ? അമ്മ എന്നെ ഒന്ന് വിശ്വസിരമ്മ. അമ്മ, ഇനി മുതൽ അമ്മ എൻ്റെ അമ്മായി അമ്മയല്ല, ഇനി മുതൽ അമ്മ ദാക്ഷായണി അമ്മയാണ്. ദാക്ഷായണിയോ? ആ, ദാക്ഷായണി അമ്മ. ദാക്ഷായണി അമ്മ കൊള്ളാല്ലേ? അമ്മായി, എന്തായാലും നമ്മള് ഒന്നേന്ന് തുടങ്ങുവാണല്ലോ, അപ്പൊ മൊത്തം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാം. മൊത്തം ഷൂട്ട് ചെയ്യണം. അതിന് മുന്നേ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ഞാൻ മുന്നേ ബ്യൂട്ടീഷ്യൻ പഠിച്ച സമയത്ത് മേടിച്ച സാധനമാണ്. ബാഗിൽ എവിടെ ഇരിക്കണം എന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടാ. എടാ, അത് കിട്ടിയ സെറ്റ് ആയിരിക്കും. ഞാൻ ഇപ്പൊ വരാം. അയ്യോ, അവൾ എന്തെടുക്കാൻ പോയതാ? വേദനിക്കുന്ന വല്ല സാധനം വന്നോ? അമ്മൂമ്മ ധൈര്യമായിട്ടിരി. അമ്മായി രണ്ടും കൽപ്പിച്ചാണ്, കട്ട വാശിയിലാണ്. ഇനി അമ്മൂമ്മ കിടന്നാലറെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ലച്ചോ, കിട്ടി. തിരുപ്പനോ? ഇത് തിരുപ്പനൊന്നും അല്ലമ്മ, ഇത് വിഗ്. ഇതെന്തിന്? അമ്മ, ഇനി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അമ്മ എന്തായാലും സമ്മതം മൂളിയിട്ടുണ്ട്. നമ്മൾ പറയണ ഇനി അമ്മ കേട്ടാ മതി. ഇങ്ങനെ പേടിപ്പിക്കല അമ്മായി, ഒരു മയത്തിലൊക്കെ പറ. അമ്മൂമ്മേ, എന്തായാലും ഇത്ര ആയില്ലേ, അപ്പൊ പിന്നെ ഇതും കൂടെ അങ്ങ് സമ്മതിക്കേ. അമ്മായി, ഓ, ഇനി അടുത്ത പരിപാടി എന്താണ്? എന്ത് പരിപാടി എന്നാ? കേശു, നീ നോക്കിക്കോ. ഇനി മുതൽ അമ്മയല്ല, അമ്മ ദാക്ഷായണി അമ്മയാണ്. ബന്ധുക്കളും മിത്രങ്ങളും ഒന്നും ഇല്ലാത്ത എൻ്റെ പാവം ദാക്ഷായണി അമ്മ. എന്താ റെഡിയല്ലേ? വാ, പയ്യെ. എന്തായി തീരുവോ എന്തോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.